എം പി ഒരുപാട് മൂക്കാതെ പഴുത്തുപോയതിൻ്റെ കുഴപ്പമാണ് എം പി അങ്ങനെ പറയേണ്ടി വന്നത്. എം പി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളൊന്നുമില്ല, ഇടുക്കിയിലെ എം പിയാണ്. അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കലൂർ സ്കൂളിൽ ഒരു സമരം ചെയ്തത്. ഐപ്പ് മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് KSUക്കാരെ പിരിച്ചുവിട്ടപ്പോൾ സമരം അന്ന് 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സാകുമ്പോൾ മുറ്റത്തോടെ നടക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് മൂക്കാതെ പഴുത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാൻ കാരണം. എം പിയുടെ പണി നോക്കിയാൽ മതി. സംഘടനാപരമായി DCC പ്രസിഡന്റുകളിൽ ചെയ്യാനുള്ള പണി എനിക്ക് അറിയാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. എം പിയുടെ ഒരു സഹായവും ഇക്കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ 5 വർഷമായി കൊണ്ടുപോകുന്ന കാര്യത്തിൽ മറ്റ് ജില്ലകളിലെ എല്ലാ എം പിമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും DCC പ്രസിഡന്റുകളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് സഹായം ഉണ്ടായിട്ടില്ല. ഈ നടപടിക്ക് വിധേയരായവർ DCC ഭാരവാഹികളാണ്, അവരെ പുറത്താക്കാനും നടപടി സ്വീകരിക്കാൻ. അല്ലെ, DCC ഭാരവാഹി ഒരു ഭാരവാഹി തൊഴിലെന്നുള്ള ഒരു DC സെക്രട്ടറിയാണ്. പിന്നെ ഉള്ളത് ഇങ്ങനെ സൈഡ് പറ്റുന്ന വല്ല പല ഭാരവാഹികളും വന്നിട്ടുള്ളവരാണ്. അല്ല, താങ്കൾക്ക് അതിന് അധികാരമില്ല, KPCCക്ക് അധികാരമുള്ളതാണ് നടപടിക്ക് വിധേയരായവർ പറയുന്നത്. ആരാ പറഞ്ഞേ? ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള നടപടി അതെ, ഏതെങ്കിലും ഒരു കുറ്റവാളി കോടതി പോയിട്ട് ഞാൻ തെറ്റിയതില്ല, ഇതല്ല അതിൻ്റെ അതിർത്തി, വേറെ അതിർത്തി എന്ന് പറയുമോ ആരെങ്കിലും? ഏത് കുറ്റവാളിയായാലും AICC ഇത്തരം പ്രകടനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. KPCC ഇത് സംബന്ധിച്ച നിലപാടുണ്ട്. അതിനുശേഷവും ഒരു ജനപ്രതിനിധി അദ്ദേഹം ഇത്തരം നടപടികളെ ന്യായീകരിക്കുന്നത് പാർട്ടിയോടുള്ള വെല്ലുവിളിയാണോ? സംശയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷിയാണ് കേരളത്തിൻ്റെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറി. അവർ കഴിഞ്ഞ 1 വർഷമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ വീടും കുടുംബവും എല്ലാം ബംഗാളിലാണെങ്കിൽ പോലും PR ദാസ് മുൻഷിയുടെ ഭാര്യയാണ്. അദ്ദേഹം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി ഇടുക്കിയിൽ. അപ്പോൾ അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളാണ്. 1 വർഷക്കാലമായി ഈ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളുകളിൽ KC വേണുഗോപാലിനോടൊപ്പം ഒരാളാണ് ദീപാദാസ് മുൻഷി. ദീപാദാസ് മുൻഷി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ ഉണ്ടാവരുത്, ഒറ്റപ്പെട്ട പ്രകടനങ്ങൾ ഉണ്ടാവരുത് എന്ന നിർദ്ദേശമുണ്ടായി. KPCCയുടെ ഭാഗത്തു നിന്ന് സണ്ണി ജോസഫാണ് KPCCയുടെ പ്രസിഡന്റ്. അദ്ദേഹം പലതവണ പറഞ്ഞു. അത് കഴിഞ്ഞാണ് പ്രകടനം ഉണ്ടായത്. പ്രകടനം ഉണ്ടായപ്പോൾ അത് നടപടി സ്വീകരിക്കണം എന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ളത് എനിക്ക് തോന്നി. ഞാൻ നടപടി സ്വീകരിച്ചു. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അതിൻ്റെ മുകളിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോ ഹൈക്കമാൻഡോ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് പഞ്ചായത്ത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, അല്ല മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. മെമ്പർ ഓഫ് പാർലമെൻറ്റ് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഈ ജില്ലയിൽ ജയിച്ചിട്ടുള്ള MLA-മാരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്, എവിടെ നിൽക്കുന്നതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ചൊറിഞ്ഞ് മാന്തി കിട്ടിയിട്ടുള്ള സൗഭാഗ്യം കളയരുത് എന്ന് ഞാൻ അഡ്വാൻസായി പറയുന്നു. PT തോമസിന് സീറ്റ് കൊടുക്കാതെ പോയത് ആനിക്കുഴിക്കാട്ടി പിതാവുമായിട്ട് പിണങ്ങിയതിൻ്റെ പേരിലാണെന്ന് പറയുന്നത് ആണല്ലോ. അന്ന് PT തോമസ് ഇപ്പോൾ ഈ ജില്ലയിലെ കോൺഗ്രസ് സംബന്ധിച്ച് കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന ഒരു പ്രദേശം, ഈ മേഖലയെല്ലാം കേരള കോൺഗ്രസിൻ്റെ കുത്തക. എൻ്റെ പിതാവടക്കം കേരള കോൺഗ്രസ് ആയിരുന്നു. 69 ഞാൻ ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞങ്ങൾ 5 പേര് കൂടിയാണ് KSU മുദ്രാവാക്യം വിളിച്ചവരാണ്, ഇന്ദിരാഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചവരാണ്. 71 ഒരു KSU താലൂക്ക് പ്രസിഡൻ്റാണ് ഞാൻ. 72 ജില്ല ഉണ്ടാകുമ്പോൾ മുതൽ അഗസ്തി KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നത്. അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് പാടുപെട്ട് തന്നെയാണ് പണിയെടുത്താൽ വന്നിട്ടുള്ളത്. അല്ല, ഞാൻ ആരുടെയും പെട്ടി തൂക്കി വന്നതൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ. ഇല്ല, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ആളോട് ചോദിച്ചു നോക്കൂ. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് തൊഴിലുറപ്പ് ഇടുക്കിയിലും പത്രക്കാർ. അത് നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ്. ഒന്നുമില്ലാത്ത കാലത്ത് സിഗറോയിക്കൂടെ പോയപ്പോൾ ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ, ഇതൊക്കെ പലർക്കും പല ഗോഡ് ഫാദറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ PT തോമസ് മത്സരിക്കാൻ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. PT തോമസ് ഇവിടെ വീണ്ടും മത്സരിച്ചിരുന്നു. PT തോമസ് ഇടുക്കിയുടെ MB ആയി ജയിക്കുമായിരുന്നു. രാഷ്ട്രീയ സാഹചര്യം അതായിരുന്നു. അപ്പോൾ അന്ന് ആ PTക്ക് കിട്ടാതെ മാറി നിന്ന സമയത്ത് എന്താ ഞാൻ അക്കാര്യം PT ആണല്ലോ കഷ്ടപ്പെട്ടത്. ജോസ് കുറ്റ്യാനി ഈ ആദ്യ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ്. കേരള കോൺഗ്രസിൻ്റെ കോട്ടകൾ പൊളിച്ചതിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല സംഭാവനയുണ്ട്. സുലൈമാൻ റാവുത്തർ നന്നായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ കാര്യത്തിൽ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പോൾ ഈ കൂടെ അല്ലെങ്കിൽ പോലും അയാൾ നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി. ഞാൻ നെരിയമ്പാറ കോളേജ്, 1.5 കോളേജ് ഈ ജില്ലയിലുള്ളൂ. നെരിയമ്പാറ കോളേജിൻ്റെ മുകളിൽ ഞാൻ കമ്മിറ്റി കൂടാൻ വേണ്ടി 4 പ്രാവശ്യം ഒരു വർഷം പോയിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന, എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് 72 ഡിഗ്രി കഴിഞ്ഞന്ന് അഗസ്തി ചങ്ങനാശ്ശേരി NSSൽ BAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ അന്ന് 48 ഹൈസ്കൂളേ ഈ ജില്ലയിലുള്ളൂ. 48 ഹൈസ്കൂളിലും പോയ ഏക KSU നേതാവ് ഞാനായിരിക്കും. ഇപ്പോൾ എത്ര ഹൈസ്കൂളുണ്ടെന്ന് ഇപ്പോഴത്തെ KSU ഭാരവാഹികൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. പിന്നൊക്കെ KSUവിലെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭാരവാഹിയാണ്, എല്ലാ സ്ഥലത്ത് പോയിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് വെച്ചേക്കുന്ന വെള്ളം പയ്യെ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അപ്പോൾ അന്ന് PT തോമസ് സീറ്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ചില്ലല്ലോ.
പി ടി തോമസിൻ്റെ രക്തവും പി ടി തോമസിൻ്റെ വിയർപ്പും പി ടി തോമസിൻ്റെ അധ്വാനമുള്ളല്ല, പ്രത്യേക അധ്വാനമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരധ്വാനം ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. കൂടുതൽ എനിക്ക് പറയാനുണ്ട്, ഞാൻ പറയാനുള്ളത് റിസർവ് ചെയ്യുന്നു, അതുകൊണ്ട് അത് ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുള്ള എൻ്റെ അഭിപ്രായം.